നഴ്സിംഗ് ഡയറസിന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി കുട്ടികളെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ, അതുപോലെ തന്നെ ആ കോഴ്സ് ഒരുപക്ഷെ മുന്നോട്ട് നിർത്താൻ സാധ്യതയുണ്ടോ, അങ്ങനെ നിരവധി സംശയങ്ങളാണ് ഓരോ ദിവസവും ചോദിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് ജനറൽ നഴ്സിംഗിന്റെ സാധ്യതകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സ് എന്നുള്ളത് 3 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സ്റ്റാഫ് നഴ്സ് രംഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാഫ് നഴ്സ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ ജനറൽ നഴ്സിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നിരവധി കുട്ടികളാണ് ഓരോ വർഷവും ജനറൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നത്. അത് കേരളത്തിന് പുറത്തും നിരവധി കോളേജുകളിൽ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BSc നഴ്സിംഗിന് വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ബയോളജി സയൻസ് +2 കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾക്ക് ബയോളജി സയൻസ് ഇല്ലെങ്കിലും മറ്റുള്ള സ്ട്രീമുകളിൽ പഠിച്ച കുട്ടികൾക്കും ജനറൽ നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പാരാമെഡിക്കൽ രംഗത്തേക്ക് വരാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആകെയുള്ള ഒരു ഓപ്ഷൻ ഈ ജനറൽ നഴ്സിംഗ് കോഴ്സാണ്. കാരണം മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുവാനായിട്ടും സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ +2 സയൻസ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതെങ്കിലും കോളേജുകളിൽ +2 സയൻസ് ഇല്ലാതെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവര് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാത്തതായിരിക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സയൻസ് ഇതര, അതായത് ബയോളജി സയൻസ് പഠിക്കാതെ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഈ പറയുന്ന മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശിക്കാനുള്ള ആകെ ഒരു ഓപ്ഷൻ ഈ ജനറൽ നഴ്സിംഗ് കോഴ്സാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും ഫീസ് കുറഞ്ഞ, ഇപ്പം നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഏകദേശം 1/3 ഫീസിൽ തന്നെ ഈ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം BSc നഴ്സിംഗ് പഠിച്ചാലും ജനറൽ നഴ്സിംഗ് പഠിച്ചാലും ഒരു സ്റ്റാഫ് നഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും എൻട്രി ലെവലിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നഴ്സിംഗ് കരിയറിലേക്ക് വരുവാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ്. അതുപോലെ മിക്കവാറും കുട്ടികളുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പഠിച്ച് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു സ്റ്റാഫ് നഴ്സ് ആയിട്ട് പരിഗണിക്കുവാനായിട്ട് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് മതിയാവും. അതുകൊണ്ട് തന്നെ 3 വർഷത്തെ കോഴ്സ് പഠിച്ച് എത്രയും വേഗം തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ജനറൽ നഴ്സിംഗ് വഴി നമുക്ക് സാധ്യമാകുന്നതാണ്. മറ്റൊരു കാര്യം, BSc നഴ്സിംഗിന്റെ സെമസ്റ്റർ സിലബസ് എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള, വളരെ കട്ടിയുള്ള ഒരു സിലബസ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും അത് മുന്നോട്ട് പഠിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക. അതുപോലെ ഒരു സപ്ലിമെന്ററി എക്സാം എങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഇയർ ബാക്ക് ആവാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ ഒരു ആവറേജ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനറൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് 45% +2 കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വളരെയധികം എളുപ്പത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട്, സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ജനറൽ നഴ്സിംഗ് കോഴ്സ് ആയിരിക്കും. നമ്മൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ എലിജിബിലിറ്റി 50% ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു 70% മുകളിലുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ ഈ പറയുന്ന കോഴ്സ്, ഈ സെമസ്റ്റർ സിസ്റ്റത്തിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ഞാൻ ഏകദേശം 15 വർഷമായിട്ട് നഴ്സിംഗ് പഠന രംഗത്ത് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, മാർക്ക് കുറവുള്ള കുട്ടികളോ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന BSc നഴ്സിംഗ് കോഴ്സുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സെമസ്റ്റർ കൂടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള അക്കാഡമിക് സ്ട്രെസ്സുകൾ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇയർലി സിലബസിൽ പ്രകാരം ഓരോ 6 മാസം കൂടുമ്പോഴും ഈ പറയുന്ന സപ്ലിമെന്ററി എക്സാം, വെവ്വേറെ സപ്ലിമെന്ററി എക്സാം നടത്തിയിരുന്നു. സെമസ്റ്റർ സിലബസ് തുടങ്ങിയപ്പോൾ ഓരോ സെമസ്റ്ററിലും പരീക്ഷകൾ വരുന്നതിനാൽ ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഏതെങ്കിലും ഒരു എക്സാമിന് ഫെയിൽ ആയിട്ടുള്ള, ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ജൂനിയർ ബാച്ച് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതുന്ന മുറയ്ക്കും ആ സമയത്ത് മാത്രമായിരിക്കും ഈ കുട്ടികൾക്കും എഴുതാനായിട്ട് സാധിക്കുക. അതായത് ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയാലും അവർ 1 വർഷത്തേക്ക് പുറകോട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ അങ്ങനെ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയാം, BSc നഴ്സിംഗ് വളരെയധികം ടഫ് ആയിരിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ജോയിൻ ചെയ്യുന്നതിനല്ല, നമ്മളൊരു കോഴ്സ് പഠിക്കുവാനായിട്ട് മുന്നോട്ട് പോയി അത് 4 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ജനറൽ നഴ്സിംഗ് ആയിരിക്കും കുറച്ചും കൂടെ അഭികാമ്യം. കാരണം നമുക്ക് ഇയർലി എക്സാംസ് ആണ് വരുന്നത്, 3 എക്സാംസേ ഉണ്ടാവുകയുള്ളൂ. അഥവാ ഇനി ഏതെങ്കിലും എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാലും സപ്ലിമെന്ററി എക്സാംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ റെഗുലർ ബാച്ചിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലായിട്ടും ജനറൽ നഴ്സിംഗിന് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള, പഠിക്കുവാൻ കഴിവ് കുറവുള്ള അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ കരിയർ ചേഞ്ചിലേക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നിരവധി കുട്ടികളാണ്. BCom അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BDS കോഴ്സുകൾ കഴിഞ്ഞിട്ട് പോലും ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ള ഒരു
കരിയറിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഷോർട്ട് ടൈം കോഴ്സ് എന്ന നിലയിലും ജനറൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് നിരവധി കുട്ടികളാണ് മുന്നോട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ജനറൽ നഴ്സിംഗ് ചൂസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് പറയട്ടെ, അപ്പോൾ +2 മാർക്ക് കുറവുള്ള കുട്ടികൾ, +2 ബയോളജി സയൻസ് അല്ലാതെ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള നിരവധി ആൾക്കാരാണ് ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ ചൂസ് ചെയ്യുന്നത്. അത് അടുത്തതായിട്ട് നമ്മൾ എലിജിബിലിറ്റി, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 45% മാർക്കോട് +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏജ് ബാർ നിലവിലില്ല. അതുകൊണ്ട് തന്നെ പ്രായപരിധികൾ ഇല്ലാത്തതുകൊണ്ട് എത്ര പ്രായത്തിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ആൾക്കാർക്കും നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് കേരളത്തിലെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഗവൺമെന്റ് തലത്തിൽ 2 രീതിയിലാണ് അവിടെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. അതിൽ ആദ്യത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ അഥവാ DHS കീഴിലുള്ള ഏതാനും ചില കോളേജുകളാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ എന്ന നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതാത് ജില്ലക്കാർക്കായിരിക്കും ആ ഒരു ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുക. അത് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് മാർക്ക് അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബയോളജി സയൻസ് കഴിഞ്ഞവർക്ക് മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കുക. കാര്യം പറഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അയവ് വരുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലത്തെ സിറ്റുവേഷനിൽ ഗവൺമെന്റ് തലത്തിൽ കേരളത്തിൽ ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ DME ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ 3 വരുന്ന മെഡിക്കൽ കോളേജുകളിൽ, അത് ട്രിവാൻഡ്രം, കോട്ടയം, കാലിക്കറ്റ്, അങ്ങനെ 3 മെഡിക്കൽ കോളേജുകൾ SC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള 3 നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കും നമുക്ക് DME മുഖേന DMEയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെയും ബയോളജി സയൻസ് നിർബന്ധമാണെന്നുള്ളത് കൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾ, കാരണം ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കുള്ള കുട്ടികൾക്ക് തന്നെയായിരിക്കും അവിടെ അവസരങ്ങൾ ലഭിക്കുക. ഏകദേശം 80-90% മാർക്കോടെ ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്ത ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഈ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കെല്ലാം തന്നെ അഡ്മിഷൻസ് ലഭിക്കാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുകൂടാതെ നിരവധിയായിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ പ്രൈവറ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗുകളിലേക്ക് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത് +2 മാർക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പോൾ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തപ്പെടുക. പക്ഷേ എങ്കിൽ ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്ത, അതായത് +2 ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ പ്രയോറിറ്റി ലഭിക്കുക. ഉദാഹരണമായിട്ട് 60% മാർക്കോടെ ഒരു ബയോളജി സയൻസ് പഠിച്ച ഒരു കുട്ടിയും 90% മാർക്കോടെ ഒരു കൊമേഴ്സിൽ +2 കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിയും ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യുന്നത് ബയോളജി സയൻസിൽ 60% മാർക്കാണെങ്കിലും ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടിക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോറിറ്റി ലഭിക്കുന്ന ബയോളജി സയൻസിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമായിരിക്കും. അഥവാ അങ്ങനെയുള്ള കുട്ടികൾ വന്നില്ല, വേക്കൻറ്റ് സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ട്രീമുകളിൽ പഠിച്ച കുട്ടികളെ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളും കൂടെ ഓപ്ഷനിലായിട്ട് നോക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു കൺഫേം സീറ്റുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ ഈ പറയുന്ന BSc നഴ്സിംഗിന് എലിജിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി ജനറൽ നഴ്സിംഗ് സ്കൂളുകളിലേക്ക് കേരളത്തിന് പുറത്തേക്ക് അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും ജനറൽ നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ജനറൽ നഴ്സിംഗ് കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ അഫിലിയേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള വ്യക്തമായിട്ട് നല്ല രീതിയിൽ നടക്കുന്ന കോളേജുകളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നമുക്കറിയാം ഓരോ വർഷവും കഴിയും തോറും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഓരോ ഘട്ടത്തിലും നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ച് ഇറങ്ങിയാൽ മാത്രമായിരിക്കും നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നമുക്ക് ജനറൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വർഷം കൊണ്ട് തന്നെ എത്രയും ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് നഴ്സ് നിലയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ PSC എക്സാംസിന്, സ്റ്റാഫ് നഴ്സ് എക്സാമിലേക്കൊക്കെ വരുമ്പോൾ 0 എക്സ്പീരിയൻസ് മതിയാകും. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിയ രജിസ്ട്രേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. അതായത് BSc നഴ്സിംഗ് 4ാം വർഷത്തേക്ക് കയറുമ്പോൾ ഒരുപക്ഷെങ്കിലും നിങ്ങൾക്ക് 3 വർഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എക്സാംസിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അവിടെ ഒരേ രീതിയിലുള്ള സാലറി കാര്യങ്ങളെല്ലാം ആയിരിക്കും. BSc നഴ്സിംഗ് വഴി PSC കയറിയാലും ജനറൽ നഴ്സിംഗ് വഴി
PSC കയറിയാലും നമുക്ക് ലഭിക്കുക. അത് മാത്രമല്ല പ്രൈവറ്റ് രംഗത്താണെന്നുണ്ടെങ്കിലും നമുക്കൊരു സ്റ്റാഫ് നഴ്സ് കേഡറിൽ കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധ്യതകളുണ്ട്. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്കാണെന്നുണ്ടെങ്കിലും പല സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല സ്ഥാപനങ്ങളിലും ഈ പറയുന്ന പോലെ ജനറൽ നഴ്സസിനെ നിലവിൽ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കാലക്രമേണ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ BSc നഴ്സിംഗ് എന്നുള്ള രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്നുള്ള 2 വർഷത്തെ കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു BSc നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ കാണുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ജനറൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ കരിയറിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും അടിച്ചു പൊളിക്കണമെന്ന ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്നുള്ള അക്കാഡമിക് ക്വാളിറ്റി, നല്ല രീതിയിൽ അക്കാഡമിക്സ് ഒക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേണം നമ്മൾ ജോയിൻ ചെയ്യുവാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പല കോളേജുകളിലും ഈ പറയുന്നത് പോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് പ്രോപ്പറായിട്ട് നൽകുന്നില്ല. കാരണം നമുക്കൊരു ജോലി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ലഭിക്കുന്ന കോളേജുകളിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ, പ്രാക്ടിക്കൽസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുകളും അല്ലെങ്കിൽ ആ ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കുന്ന അങ്ങനെ ലഭിക്കുന്ന കോളേജുകളിൽ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നിരവധി കോളേജുകളിൽ സബ് കോളേജുകൾ, എനിക്ക് തോന്നുന്ന BSc നഴ്സിംഗ് കോളേജുകളെക്കാളും കൂടുതൽ സബ് കോളേജുകൾ പ്രവർത്തിക്കുന്നത് ജനറൽ നഴ്സിംഗ് സ്ഥാപനങ്ങളാണ്. ഒരു ബിൽഡിംഗിൽ തന്നെ 8ഉം 10ഉം കോളേജുകൾ പ്രവർത്തിക്കുന്ന പല കോളേജ് ഗ്രൂപ്പ്സും ബാംഗ്ലൂരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ കഴിവതും ഇൻഡിവിജ്വൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന നഴ്സിംഗ് സ്കൂളുകളിൽ നിങ്ങൾ പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന അക്കാഡമിക് പ്രൊഫഷൻസി ഒന്നും ലഭിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം നിങ്ങൾ ജോലി ചെയ്യുക. കാരണം നമ്മൾ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത മുറയ്ക്ക് തീർച്ചയായും നല്ല രീതിയിൽ ഒരു പ്ലേസ്മെന്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിൻസിയർ ആയിട്ട് തന്നെ ഈ കോഴ്സിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം BSc നഴ്സിംഗ് പഠിച്ചാലും ജനറൽ നഴ്സിംഗ് പഠിച്ചാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോമ്പിറ്റൻസ് സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിടത്തും എത്താനായിട്ട് സാധിക്കുകയില്ല. അത് മാത്രമല്ല ജനറൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും പല കൺട്രീസിലേക്കും ഇപ്പോഴും വേക്കൻസികൾ ഉണ്ടാവാറുണ്ട്. റീസെന്റ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ ആണെങ്കിൽ നിരവധി ജനറൽ നഴ്സസും ജർമ്മൻ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇച്ചിരി ഡിലേ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിരവധി വേക്കൻസികൾ ഇറ്റലിയിലേക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയും ജനറൽ നഴ്സസ് ബാർ BSc നഴ്സസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി നല്ല രീതിയിൽ എയിം ചെയ്ത് മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്ലേസ്മെന്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കേരളത്തിലെ നാട്ടിലൊക്കെ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ PSc എക്സാം ഒക്കെ എഴുതി അങ്ങനെ അപ്രോച്ച് ചെയ്ത് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായും ജനറൽ നഴ്സിംഗ് തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത്. കാരണം 3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും എത്രയും വേഗം തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള പോസിബിലിറ്റിയും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ അതുകൊണ്ട് മാത്രം ഒതുക്കി കൂടണമെന്ന് ഞാൻ പറയുന്നില്ല. കാലക്രമേണ നിങ്ങൾ പോസ്റ്റ് ബേസിക് കോഴ്സ് നിർബന്ധമായിട്ട് എടുക്കണം. മുന്നോട്ടാണെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾ പ്രൊഫഷണൽ അപ്ഗ്രേഡ്മെന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോയാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ സക്സസ്ഫുൾ കരിയറിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ജനറൽ നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഉൾപ്പെടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കോഴ്സ് അപ്ഗ്രേഡ് ചെയ്ത കാര്യങ്ങൾ, എബ്രോഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഇറ്റാലിയൻ ലാംഗ്വേജ് സ്റ്റഡി സെന്റർ കൂടെ ആരംഭിക്കാനായിട്ട് ഒരു ചെറിയൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഇറ്റലിയിലേക്കുള്ള നിരവധിയായിട്ടുള്ള വേക്കൻസികൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുവാനായിട്ട് പ്രത്യേകിച്ച് ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സാധിക്കുന്നതാണ്. കാരണം ജനറൽ നഴ്സസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ ജനറൽ നഴ്സസ് ബാർ BSc നഴ്സസ് എന്നുള്ള രീതിയിലാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിൽക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.